ഞാൻ ഇന്ന് ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. കടലക്കറിക്ക് ആവശ്യമായ കടല, ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉപ്പ് ഇതെല്ലാം കുക്കറിനകത്തിട്ട് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുക. 4 വിസിലടുപ്പിച്ച് കടലക്കറിക്ക് ആവശ്യമായ മസാല എടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ചേർത്താൽ. വേവിച്ച് വെച്ച കടല കടുവറുത്ത് എടുക്കാൻ പോവുകയാണ്. മസാലയൊക്കെ ചേർത്ത് ചട്ടിയിൽ വെള്ളം വറ്റി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം തേങ്ങാക്കൊത്ത് മൂപ്പിക്കുക. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നുണ്ട്. അതിന് ശേഷം വറ്റൽമുളക് ഇടുകയാണ്. എല്ലാ കറിക്കും കറിവേപ്പില അത്യാവശ്യമാണ്. പക്ഷേ കറിവേപ്പില ഇപ്പം ഇവിടെ ഇരിപ്പോൾ ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. വറ്റൽമുളക് മൂത്ത് പകരം ഇടുകയാണ്. മസാലയുടെ പച്ചമണം മാറുന്ന വേണ്ട വഴറ്റുക. പച്ചമണം മസാല മൂത്ത് അതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. മസാല ഇട്ട അരപ്പെല്ലാം തിളച്ച് ഇനി അടുത്തത് കടല ഇടുകയാണ്. കടലയിട്ട് ഇളക്കുക. കടലയിട്ടതിന് ശേഷം ഇത് തിളച്ചിട്ട് മസാലയൊക്കെ ചേർത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് അതിന് ശേഷം ഞാൻ തുറക്കാൻ പോവുകയാണ്. കടലയെല്ലാം റെഡിയായി. ആവശ്യത്തിനെല്ലാം കടലെല്ലാം വറ്റി അപ്പത്തിലൂടെ ചാറ് കടല റെഡി. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. കടല റെഡിയായി. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കടല കറി വെക്കുന്നത്? എന്തെങ്കിലും കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇതിനകത്തൊരു കുറവുണ്ട്, കറിവേപ്പില ഇട്ടില്ല. അതേ ഉള്ളൂ.